ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സമത്വവും മതേതരത്വവും ഒഴിവാക്കണമെന്ന RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുടെ പ്രസ്താവനയെ പിന്തുണച്ച് BJP. ഭരണഘടനയുടെ 42ാം ഭേദഗതി അംബേദ്കർ വിഭാവനം ചെയ്തതിന് എതിരാണെന്ന് അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. സോഷ്യലിസവും സെക്കുലറിസവും ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് സ്വേച്ഛാധിപത്യപരമായാണ്. ഇത് ഭരണഘടനയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനം സംരക്ഷിക്കുന്നതിനായി ഭരണഘടന സ്വേച്ഛാധിപത്യത്തിന്റെ ആയുധമാക്കിയെന്നും അമിത് മാളവ്യ കുറിക്കുന്നുണ്ട്. പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അമിത് മാളവ്യയുടെ പ്രതികരണം. RSS ഒരിക്കലും ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ലെന്നും മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടല്ല ഭരണഘടന തയ്യാറാക്കിയതെന്നുമാണ് ജയറാം രമേശ് പ്രതികരിച്ചത്. ജവഹർലാൽ നെഹ്റുവിനെയും ഡോക്ടർ BR അംബേദ്കറെയും ആക്രമിക്കുകയാണ് RSS. പുതിയ ഭരണഘടന കൊണ്ടുവരുമെന്ന BJPയുടെയും RSSന്റെയും നിരന്തരമായ പ്രചാരണത്തിന് ജനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മറുപടി നൽകി. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റണമെന്ന ആവശ്യം RSS ഇപ്പോഴും തുടരുകയാണെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തി. അതേസമയം ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, മതേതര എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല വ്യാഴാഴ്ചയാണ് ആവശ്യപ്പെട്ടത്. 50 വർഷം മുൻപ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് കോൺഗ്രസിനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുകയും ചെയ്തു. 1975 ജൂൺ 25-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1977 മാർച്ച് 21 വരെ നീണ്ടുനിന്ന 21 മാസ കാലയളവിൽ പൗരാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും പ്രതിപക്ഷ നേതാക്കൾക്കും പത്രസ്വാതന്ത്ര്യത്തിനും നേരെ ക്രൂരമായ അടിച്ചമർത്തൽ നടത്തുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ ആമുഖത്തിൽ ചേർത്ത സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ തുടരണമോ എന്ന് പരിഗണിക്കണമെന്ന് ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ ഹൊസബല്ല ശക്തമായി വാദിച്ചു. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം, ഇത്തരം കാര്യങ്ങൾ ചെയ്തവർ ഇന്ന് ഭരണഘടനയുടെ പകർപ്പുമായി സഞ്ചരിക്കുന്നു. അവർ ഇപ്പോഴും മാപ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പൂർവികർ അത് ചെയ്തു. ഇതിന് നിങ്ങൾ രാജ്യത്തോട് മാപ്പ് പറയണം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുള്ള തന്റെ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. അടിയന്തരാവസ്ഥയുടെ ദിനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ആ കാലയളവിൽ ആയിരക്കണക്കിന് ആളുകൾ ജയിലിലടയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ ജുഡീഷ്യറിയുടെയും മാധ്യമങ്ങളുടെയും സ്വാതന്ത്ര്യവും വെട്ടിക്കുറയ്ക്കപ്പെട്ടു എന്ന് RSS നേതാവ് വ്യക്തമാക്കി. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ വലിയ തോതിലുള്ള നിർബന്ധിത വന്ധ്യകരണത്തിനും സാക്ഷ്യം വഹിച്ചു ഹൊസബല്ല കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ജൂൺ 25 ബുധനാഴ്ച BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യാ ദിവസമായി ആചരിച്ചതിന് പിന്നാലെയാണ് ഹൊസബല്ലയുടെ പരാമർശം. 1975 മുതൽ 1977 വരെ ഏകദേശം 2 വർഷക്കാലം മനുഷ്യത്വരഹിതമായ വേദന സഹിച്ചവരുടെ വമ്പിച്ച സംഭാവനകളെ അനുസ്മരിക്കുന്നതിനാണ് സർക്കാർ ഈ അവസരം ആഘോഷിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥയെന്ന് ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് ഭരണഘടനയുടെ ആത്മാവിനെ ലംഘിക്കുക മാത്രമല്ല, ജനാധിപത്യത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് എക്സിൽ എഴുതിയ ഒരു പരമ്പര പോസ്റ്റിൽ പാർലമെന്റിന്റെ ശബ്ദം എങ്ങനെ അടിച്ചമർത്തപ്പെട്ടുവെന്നും ആ കാലയളവിൽ കോടതികളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യയുടെ സ്ഥാപക രേഖയോടുള്ള RSS ദീർഘകാലമായി അവഗണന കാണിക്കുന്നുവെന്ന് പാർട്ടി നേതാവ് ജയറാം രമേശ് ആരോപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.